CPIM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം പതാക ഉയരും. തുടർന്ന് പതാക ഉയർത്തുന്നതോടെ 4 ദിവസത്തെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കൊടിമരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു, പതാകയും എത്തിക്കഴിഞ്ഞു. പ്രിയ, കൊടിമരം ഉയർന്നു കഴിഞ്ഞു, പതാകയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രക്തപതാക ഉയരും സമ്മേളന നഗരിയിൽ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പാർട്ടിയുടെ പ്രധാന നേതാക്കളും ഒക്കെ തന്നെ കൊടിമരത്തിന് സമീപത്തായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടി ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും ചുവപ്പ് സേനാംഗങ്ങളും അടക്കം വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ കൊടിമരത്തിന് സമീപമുണ്ട്. അല്പസമയത്തിനകം തന്നെ പതാക ഉയരും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ ബേബി ജോണാണ് പതാക ഉയർത്തുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പതാക ഉയരും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന പതാകയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനത്തല മട്ടമാനന്ദൻ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവന്ന കൊടിമരവുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കൊടിമരത്തിൽ അല്പസമയത്തിനകം തന്നെ രക്തപതാക ഉയരും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ, MA ബേബി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് തൃശൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ രക്തപതാക ഏറ്റുവാങ്ങിയിരിക്കുന്നു. ചടങ്ങുകൾ പുരോഗമിക്കും. ഇതിനുള്ള കൊടിമരം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു, പതാകയും എത്തിയിരിക്കുകയാണ്. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന കൊടിമരമാണ് പതാക ഉയർത്തുന്നതിനായി നാട്ടിയിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടിന് ശേഷം CPIM സംസ്ഥാന സമ്മേളനത്തിനുള്ള പതാക അല്പസമയത്തിനകം ഉയർത്തും. കൊടിമരം നാട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് കൊടിമരം കൊണ്ടുവന്നത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ ഇത്തരം ഒരു സംസ്ഥാന സമ്മേളനത്തിന് സാക്ഷിയാകുന്നത്. ഇതിന്റെ ആവേശം പാർട്ടി പ്രവർത്തകരിലും ജനങ്ങളിലും പ്രകടമാണ്. നാല് നാൾ നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെ സംസ്ഥാന സമ്മേളനം സമാപിക്കും. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുന്നതായിരിക്കും. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, വിവരങ്ങൾ. പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. കൊടിമരം ഉയർന്നു കഴിഞ്ഞു. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് വന്ന കൊടിമരം ഇവിടെ സമ്മേളന നഗരിയിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവന്ന രക്തപതാകയാണ് സമ്മേളന നഗരിയിൽ ഉയരേണ്ടത്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പതാക ജാഥയുടെ ക്യാപ്റ്റനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഉണ്ട്. ഏതായാലും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ AV ജയരാഘവൻ ഒക്കെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സമ്മേളന നഗരിയിൽ രക്തപതാക ഉയരും. കയ്യൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച പതാക ജാഥയും ഒപ്പം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആനത്തലവട്ടം ആനന്ദൻ നയിച്ച കൊടിമര ജാഥയുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദീപശിഖ റാലിയും എത്തിയിട്ടുണ്ട്. 577 രക്തസാക്ഷി കുടിയിൽ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും നാടിനും വേണ്ടി ജീവിതം ബലിയർപ്പിച്ച 577 രക്തസാക്ഷികളുടെ ഓർമ്മകളിരമ്പുന്ന മണ്ഡപങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ രക്തസാക്ഷികളുടെ ബന്ധുക്കൾ തെളിയിച്ച് കൈമാറിയ ദീപശിഖയാണ് ഇവിടെ 577 ദീപശിഖകൾ എത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ദീപശിഖ കൊളുത്തി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ സമ്മേളന നഗരിയിൽ ദീപശിഖ തെളിയിക്കും. ഏതായാലും പാർട്ടി പതാക ഉയരുന്നതിനുള്ള നടപടികൾ, ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. അങ്ങേയറ്റത്തെ ആവേശത്തിലാണ് തൃശ്ശൂരിലെ പാർട്ടി ഘടകവും പാർട്ടി പ്രവർത്തകരും എന്ന് തന്നെ പറയാം. തൃശ്ശൂർ ജില്ലയിലെയും പാർട്ടിയുടെ മുതിർന്ന നേതാവും സ്വാഗത സംഘം ചെയർമാനും
ആയ ബേബി ജോണാണ് പതാക ഉയർത്തുന്നത്. മാസങ്ങളായി പാർട്ടി പ്രവർത്തകർ വലിയ സംഘടനാപരമായ വലിയ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു സമാപനം എന്ന നിലയ്ക്ക് ഇവിടെ പാർട്ടി ചെങ്കൊടി ഉയരുകയാണ്. വലിയ ആവേശത്തിലാണ് പാർട്ടി പതാക ഉയരുകയാണ്. സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി പതാക ഉയരുകയാണ്. ഈ DSNG ഒന്ന് മാറ്റിയിട്ട് ഓണാക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇച്ചിരി ഒരു ബ്രേക്ക് അടിക്കാവോ? ചെറിയ ബ്രേക്ക്. CPIM സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നിരിക്കുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ബേബി ജോൺ പതാക ഉയർത്തിയിരിക്കുന്നു. CPIM സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ പതാക ഉയർന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പതാക ഉയർത്തിയതോടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വിവരങ്ങൾ. പാർട്ടിയുടെ 22ാം പാർട്ടി കോൺഗ്രസിന് മുൻപടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ രക്തപതാക ഉയർന്നിരിക്കുന്നു. ഇനി അടുത്ത ചടങ്ങ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ദീപശിഖ തെളിയിക്കലാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസ്ഥാനത്തിനു വേണ്ടി നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 577 രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളിൽ നിന്നും അവരുടെ രക്തസാക്ഷികളുടെ ബന്ധുക്കൾ തന്നെ കൊളുത്തി പാർട്ടി നേതാക്കൾക്ക് കൈമാറിയ ദീപശിഖകളാണ് സമ്മേളന നഗരിയിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 577 പേർ രാഷ്ട്രീയ എതിരാളികളാൽ അരിംകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട പാർട്ടി രക്തസാക്ഷികളുടെ ഒപ്പം അവരുടെ വലിയ കുടീരങ്ങളിൽ നിന്ന് കൊളുത്തിയ ദീപശിഖകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം
പിണറായി വിജയൻ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ആ ദീപശിഖയിലേക്ക് ദീപശിഖ തെളിക്കും. ഈ 577 ദീപശിഖകളിൽ നിന്നും അഗ്നി പകർന്ന് ഈ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ദീപശിഖയിലേക്ക് ദീപശിഖ തെളിക്കുകയാണ് ഉണ്ടാവുക. ഏതായാലും അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു വന്നിരിക്കുന്നു. പ്രകടനമായി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രവർത്തകരും നേതാക്കളും പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന തെളിക്കുന്ന ഇടത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ആഗമിക്കുന്നുണ്ട്. പ്രസ്ഥാനത്തിനു വേണ്ടി, നാടിനു വേണ്ടി രക്തസാക്ഷികളുടെ ചിത്രങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ പ്രകടനമായി എത്തിയിരിക്കുന്നത്. വലിയ ആവേശകരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ പാർട്ടി എന്ന് പറയാം. സ്വാഗത സംഘം ചെയർമാൻ ബേബി ജോൺ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൃശ്ശൂരിലെ മുതിർന്ന നേതാവുമായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വാഗത സംഘം ചെയർമാൻ ബേബി ജോൺ ആണ് കെ മാമക്കുട്ടി നഗറിൽ, തെക്കിൻകാട് മൈതാനിലെ കെ മാമക്കുട്ടി നഗറിൽ അല്പം മുമ്പ് രക്തപതാക ഉയർത്തിയത്. തുടർന്ന് അടുത്ത ചടങ്ങ് ദീപശിഖ തെളിക്കലാണ്. ദീപശിഖ തെളിക്കുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ്. 577 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്ന് രക്തസാക്ഷികളുടെ ബന്ധുക്കൾ പാർട്ടി നേതാക്കൾക്ക് പകർന്നു നൽകിയ ദീപശിഖകൾ സമ്മേളന നഗരിയിൽ എത്തിച്ചിരിക്കുന്നു. വടക്ക് നിന്നുള്ള ദീപശിഖകൾ TV രാജേഷിന്റെ നേതൃത്വത്തിൽ, തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ദീപശിഖകൾ V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുമാണ് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചത്. എല്ലാ ജാഥകളും കൂടി സംഗമിച്ച് വലിയ ആവേശകരമായ അന്തരീക്ഷത്തിൽ തെക്കിൻകാട് മൈതാനിയിലെ മാമക്കുട്ടി നഗറിൽ സംഗമിച്ചിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് കൊണ്ട് വലിയ ആവേശത്തോടെ പാർട്ടി പ്രവർത്തകർ സമ്മേളനത്തെ ഓർമ്മകളിൽ അവസരം. CPIM സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ പതാക ഉയർന്നിരിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പതാക ഉയർത്തിയതോടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ പതാക ഉയർന്നിരിക്കുന്നു. വിശദാംശം. സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ പതാക ഉയർന്നിരിക്കുന്നു. ദീപശിഖയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗ്നി പകർന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വിവരങ്ങൾ.
വലിയ അങ്ങേയറ്റം ആവേശം മുറ്റുനിന്ന അന്തരീക്ഷത്തിൽ പാർട്ടിയുടെ 22ാം കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ രക്തപതാക ഉയർന്നിരിക്കുന്നു. വലിയ ആവേശകരമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സ്വാഗത സംഘം ചെയർമാൻ തൃശൂർ ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ ബേബി ജോൺ പാർട്ടി പതാക രക്തപതാക സമ്മേളന നഗരിയിൽ ഉയർത്തിയത്. തുടർന്ന് ദീപശിഖ തെളിച്ചത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ്. ആയിരങ്ങൾ ചടങ്ങിന് സാക്ഷികളാകാനെത്തി. ഒപ്പം മന്ത്രിമാരും പാർട്ടി കേന്ദ്ര കമ്മിറ്റികളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉൾപ്പെടെ വലിയൊരു നേതാക്കളുടെ നിര തന്നെ സമ്മേളന സ്ഥലത്ത് ഉണ്ട്. കയ്യൂരിൽ നിന്നും MP ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച പതാക ജാഥയും വയലാറിൽ നിന്ന് ആനത്തലവട്ടമാനത്ത് നയിച്ച കൊടിമര ജാഥയും വൈകിട്ടോടുകൂടിയാണ് തൃശൂർ നഗരത്തിലെത്തിയത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെ സമ്മേളന നഗരിയിൽ തുടർന്ന് വരവേൽപ്പോടുകൂടി എത്തിച്ചു. ഒപ്പം തന്നെ ദീപശിഖകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 577 രക്തസാക്ഷികളുടെ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് രക്തസാക്ഷികൾ ബന്ധുക്കൾ പാർട്ടി നേതാക്കൾക്ക് പകർന്നു നൽകിയ ദീപശിഖകളാണ് ഇവിടെ എത്തിച്ചത്. ആ ദീപശിഖകൾ ഒരു ദീപശിഖയിലേക്ക് പകർന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇവിടെ ദീപശിഖ തെളിയിക്കുകയായിരുന്നു. ആയിരങ്ങൾ രക്തസാക്ഷികൾക്ക് അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യം മുഴങ്ങി. വലിയ ആവേശകരമായ അന്തരീക്ഷത്തിലാണ് തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും പാർട്ടി ബന്ധുക്കളും എന്ന് തന്നെ പറയാം. 1981 ഇതിനു മുമ്പ് തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിന് വേദിയായത്. 37 വർഷത്തിന് ശേഷം ഏതാണ്ട് 3.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തെ വലിയ ആവേശത്തോടും വലിയ അച്ചടക്കത്തോടും കൂടി തന്നെയാണ് തൃശ്ശൂരിലെ പാർട്ടിയുടെ ഘടകം നിലവേറ്റിരിക്കുന്നതെന്ന് പറയാം. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇത് പ്രകടമായിരുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് അനുബന്ധ പരിപാടികളാണ് പാർട്ടി സംഘടിപ്പിച്ചത്. വലിയ പ്രചരണമാണ് നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ചുവന്നിരിക്കുന്നു തൃശ്ശൂരിലെ സാംസ്കാരിക നഗരി എന്ന് പറയാം. എങ്ങും കൊടിതോരണങ്ങളും ചുവപ്പ് മാലകളായും അലങ്കൃതമാണ് പൂരനഗരി. പൂരനഗരി അക്ഷരാർത്ഥത്തിൽ മറ്റൊരു പൂരത്തിന് സാക്ഷിയാവുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ വലിയ മുന്നേറ്റത്തിന് ചരിത്ര സംഭവങ്ങൾക്കും ഒക്കെ സാക്ഷിയായിട്ടുള്ള തൃശ്ശൂർ നഗരം മറ്റൊരു തൊഴിലാളി മുന്നേറ്റത്തിന് കൂടി സാക്ഷിയാകുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ന് സമ്മേളനത്തെ ആദ്യ ചടങ്ങുകൾ എന്ന നിലയ്ക്ക് പൊതുസമ്മേളന വേദിയിലുള്ള പതാക ഉയർത്തൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ചെറിയൊരു സമ്മേളനത്തോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നു. നാളെ രാവിലെയാണ് സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. റീജിയനെത്തി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന VV ദക്ഷിണാമൂർത്തി നഗറിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ പതാക ഉയർത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം. ഈ 582 പ്രതിനിധികളാണ്. അത് വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 475 പേർ. ഒപ്പം നിലവിലുള്ള സംസ്ഥാന സമിതിയിലെ 87 പേർ. ഒപ്പം തന്നെ ജില്ലയുടെ സംസ്ഥാന സമിതിയിലെ 4 ക്ഷണിതാക്കൾ. ഒപ്പം 16 നിരീക്ഷകർ ഉൾപ്പെടെ 582 പേരാണ് നാലുകൾ നിലനിൽക്കുന്ന 22ാം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുക. ഒപ്പം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇസ്ലാമെന്നുള്ള പിണറായി വിജയൻ, MA ദേവി, കോടിയേരി ബാലകൃഷ്ണൻ, AK പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട്. 25-നാണ് സമാപനം. 25-ന് ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. പാർട്ടിയുടെ പുതിയ സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും. ഉച്ചയ്ക്ക് ശേഷം, അതായത് 25-ന് ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിലെ CPM-ന്റെ സംഘടനാപരമായ കരുത്ത് വിളിച്ചോതുന്ന തരത്തിലുള്ള വലിയൊരു സമാപന സമ്മേളനവും പരിപാടികളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 ലക്ഷത്തോളം സേനാംഗങ്ങൾ മാർച്ച് ചെയ്യും. ഒപ്പം 2 ലക്ഷത്തോളം ബഹുജനങ്ങൾ അണിനിരക്കുന്ന വലിയൊരു സംഗമമാണ് തെക്കിൻകാട് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കരുത്ത് എത്രമാത്രം ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും സമാപന സമ്മേളനം. ഏതായാലും നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സമകാലികമായ സാർവദേശീയവും ദേശീയവും സംസ്ഥാനത്തെ ബാധിക്കുന്നതുമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംഘടനാപരമായ പ്രവർത്തനത്തെക്കുറിച്ചും അതിന്റെ വിജയത്തെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും വിമർശനപരമായും സ്വയം വിമർശനപരമായും പാർട്ടി വിവിധ പാർട്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇവിടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. തിരുത്തലുകൾ വരുത്താനുള്ള തിരുത്തലുകളെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങളുടെ സാധാരണ നടപടിക്രമം അങ്ങനെയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു.
ഏതായാലും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിന് 37 വർഷത്തിന് ശേഷമാണ് ആതിഥ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടുകൂടിയാണ് ജില്ലാ പരിപാടികൾ പ്രതീക്ഷിച്ചത്. വിപുലമായ സംഘാടനം കൊണ്ട് തന്നെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനം ശ്രദ്ധ നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ. വിവിധ വിഷയങ്ങളെ അധികരിച്ച് 15 സെമിനാറുകൾ, വിവിധ ജനവിഭാഗങ്ങളുടെ അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ സംഗമങ്ങൾ, ഒപ്പം ചലച്ചിത്രോത്സവം, ചിത്ര സാംസ്കാരിക പ്രവർത്തനം, കലാജാഥ, നാടൻ കലാമേള, കവിയരങ്ങ്, കായിക മത്സരങ്ങൾ, മെഗാ തിരുവാതിര തുടങ്ങി യോഗ പ്രദർശനം വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും തട്ടിലുമുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉറപ്പാക്കുന്ന തരത്തിലുള്ള വലിയ പരിപാടികളാണ് ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രോട്ടോകോൾ അനുസരിച്ചാണ് സമ്മേളനത്തിന് നടത്തുക എന്നതാണ്. ചുരുക്കത്തിൽ പ്രതിനിധികൾക്കുള്ള ബാഡ്ജ് പോലും മുളയിലാണ്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ക് ദോഷകരമാകുന്ന ഒരു വസ്തു പോലും പ്രചരണത്തിലോ നടത്തിപ്പിലോ ഉപയോഗിക്കരുത് എന്ന കർശന തീരുമാനം വളരെ അച്ചടക്കത്തോടുകൂടി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതാണ്. കാരണം പ്രതിനിധിക്കുള്ള ബാഡ്ജ് മുളയിലാണെങ്കിൽ സമാഹജനം നൽകുന്നത് മൺപൂജയിലാണ്, എഴുതാൻ വിത്ത് പേനയാണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതിക്കും പ്രകൃതിക്കും ഇണങ്ങുന്ന വസ്തുതകൾ മാത്രം പ്രചരണത്തിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സംഘാടനം, അങ്ങേയറ്റം മാതൃകാപരമായ സംഘാടനം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. നാളെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമ്പോൾ സർവ്വദേശീയവും ദേശീയവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ ചർച്ചയാകും എന്നതോടൊപ്പം CPM-ന്റെ സംഘടന വളർച്ച, സംഘടനാപരമായ പോരായ്മകളൊന്നുണ്ടെങ്കിൽ അത് ഒക്കെ ചർച്ചയാകും. റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ CPM കഴിഞ്ഞ സമ്മേളന കാലയളവിൽ വളർച്ച നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അംഗസംഖ്യ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വർദ്ധിച്ചു. ബ്രാഞ്ചുകളുടെ എണ്ണം 29,000-ൽ നിന്ന് 31,000 ആയി വർദ്ധിച്ചു. ലോക്കൽ കമ്മിറ്റിയുടെ എണ്ണം 1992-ൽ നിന്ന് 2093 വർദ്ധിച്ചു. ഏരിയ കമ്മിറ്റികളുടെ എണ്ണം 202-ൽ നിന്ന് 209 അങ്ങനെ പാർട്ടി കേരളത്തിലെ സംഘടനാ രംഗത്ത് അതിന്റെ സംഘടനാപരമായ കരുത്ത് വർദ്ധിപ്പിച്ചതിൽ ഒരു സൂചകങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. ഒപ്പം പാർട്ടിക്ക് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഘടനാ രംഗത്തോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചർച്ചയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതി ഇങ്ങനെയാണ്. അതിൽ തന്നെയാണ് 22ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തൃശ്ശൂർ നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനും വേദിയാവുക. അതുകൊണ്ട് തന്നെ വലിയ പ്രചരണവും വലിയ ജനശ്രദ്ധയും എത്തിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായി, ഭരണതലസ്ഥാനമായി ഇപ്പോൾ ഇനി 4 ദിവസം തൃശ്ശൂർ മാറാൻ പോവുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം വലിയൊരു മാധ്യമം തന്നെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇതിനകം തന്നെ തൃശ്ശൂർ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും പ്രശ്നം നേടുന്ന ഒരു സമ്മേളനമായി സാലി ദയവായി തുടരുക. CPM സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ പതാക ഉയർന്നിരിക്കുകയാണ്. മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. CPM സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ പതാക ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സഖാക്കളുടെ സ്മരണ പുതുക്കാനും ആ സഖാക്കളുടെ ബലികുടീരങ്ങളിൽ നിന്നും ദീപശിഖ കൊണ്ടുവരാനും തീരുമാനിച്ചത്. 577 ധീരസഖാക്കളുടെ ബലികുടീരത്തിൽ നിന്നാണ് ഈ ദീപശിഖ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 577 ധീരസഖാക്കളുള്ള പാർട്ടിയാണ് CPM. ഇത് കൊലപാതകമുള്ള പാർട്ടിയല്ല, നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പ്രസ്ഥാനമാണ് ഈ പാർട്ടി എന്ന് തെളിയിക്കുകയാണ്. 577 ധീരസഖാക്കളുടെ ബലികൂടിയിരുത്തുന്നതാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി ഉയർത്തിയ ആ ദീപശിഖ. 577 ബലികുടീരങ്ങളിൽ നിന്നും ദീപശിഖ കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും സഖാവ് B ശിവൻകുട്ടി നേതൃത്വം കൊടുത്ത ദീപശിഖയും, അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും സഖാവ് TV രാജേഷ് MLA നേതൃത്വം കൊടുത്ത ദീപശിഖയും, അതുപോലെ തന്നെ പുന്നപ്ര വയലാറിൽ നിന്നും കൊടിമരം ഇവിടെ എത്തിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CIT-ന്റെ നേതാവുമായിട്ടുള്ള സഖാവ് ആനത്തലവട്ടം ആനന്ദൻ ആണ്. അതുപോലെ കയ്യൂരിൻ്റെ രക്തസാക്ഷികളുടെ കുടീരത്തു നിന്നും ഇവിടെ പതാക എത്തിച്ചത് പാർട്ടിയുടെ
സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദൻ മാഷ. ഈ പതാക ജാഥയിലും അതുപോലെ കൊടിമര ജാഥയിലും ദീപശിഖ യാത്രയിലുമെല്ലാം തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഈ ദീപശിഖ പ്രയാണത്തിൽ മാത്രമേ ഏകദേശം 50,000-ലധികം അത്ലറ്റുകളാണ് പങ്കെടുത്തത്. 50,000 എന്നാണ് കോട്ട് നിശ്ചയിച്ചെങ്കിലും അതിനേക്കാൾ കൂടുതൽ അത്ലറ്റുകൾ പങ്കെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം ഞങ്ങൾ 8,000 പേർക്കാണ് യൂണിഫോം കരുതിയതെങ്കിൽ 10,000-കണക്കിന് വളണ്ടിയേഴ്സാണ് സ്വയം സന്നദ്ധമായി ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ പാർട്ടി അക്രമകാരികളുടെ പാർട്ടിയല്ല, ഈ പാർട്ടി കൊലപാതകളുടെ പാർട്ടിയല്ല, ഈ പാർട്ടി ഈ ജനങ്ങളുടെയും നാടിൻ്റെയും പാർട്ടിയാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ പതാക ജാഥയിലും കൊടിമര ജാഥയിലും ദീപശിഖ ജാഥയിലും ജനങ്ങൾ പങ്കെടുത്തത്. അങ്ങനെ ഈ പതാക ജാഥയും കൊടിമര ജാഥയും അതുപോലെ ദീപശിഖ ജാഥയും വിജയിപ്പിച്ച ഈ നാട്ടിലെ എല്ലാ സഹോദരി സഹോദരന്മാരോടും സഖാക്കളോടും സുഹൃത്തുക്കളോടുമെല്ലാം തന്നെ ഈ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിന് വേണ്ടി ഞാൻ ആദ്യമായി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ദീപശിഖ തെളിയിച്ചതിന് ശേഷവും അതുപോലെ തന്നെ പതാക ഉയർത്തതിന് ശേഷവും ഇവിടെ നടക്കുന്ന ഈ ചെറു പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. സഖാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ശത്രുവർഗം തലയ്ക്ക് വില പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയനാണ്. അങ്ങനെ ശത്രുക്കൾ തലയ്ക്ക് വില പറഞ്ഞാൽ അതോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് തല പോയാലും വേണ്ടില്ല ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആവേശപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള സഖാവ് കൊടിയേരി ബാലകൃഷ്ണനാണ്. സഖാവ് കൊടിയേരി ബാലകൃഷ്ണനെ ആവേശപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഈ വേദിയിൽ സന്നിധരാണ്. സഖാവ് എം എ ബേബി, നമുക്കറിയാം, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും എല്ലാമായ സഖാവ് എം എ ബേബിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് തോമസ് ഐസക് ഈ വേദിയിലുണ്ട്. സഖാവിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് MC ജോസഫൈൻ ഈ വേദിയിൽ എത്തിച്ചേർന്നുണ്ട്. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും കേരളത്തിൻ്റെ ബഹുമാനായ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് ഷൈല ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ നേതാവും MP-യുമായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും നമുക്കറിയാം, നമ്മുടെ ഈ പാർട്ടിയെ ഈ തൃശ്ശൂർ ജില്ലയിൽ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സഖാവ് EP ജയരാജനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും മുൻ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള സഖാവ് ഇളവരം കരീമിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജാഥയുടെ ക്യാപ്റ്റന്മാരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ആനത്തലവട്ടം ആനന്ദനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളികളുടെ നേതാവുമായിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാഷെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി സഖാവ് AC മൊയ്തീനെ സ്വാഗതം ചെയ്യുന്നു. ബേബി ജോൺ മാഷെ അവസാനം പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് A വിജയരാഘവനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മന്ത്രിമാരുടെ കൂട്ടത്തിൽ വിട്ടുപോയ നമ്മുടെ സഖാവ് MM മണി സഖാവ് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണുള്ള സഖാവ് MM മണിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് രവീന്ദ്രൻ മാഷിൻ്റെ സഖാവ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ രക്തപതാക ഈ സമ്മേളന നഗരിയിൽ ഉയർത്തിയത്
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നമ്മുടെ ജില്ലയിലെ തലമുതിർന്ന നേതാവുമായിട്ടുള്ള സഖാവ് ബേബി ജോൺ മാഷാണ്. മാഷയെ ഞാൻ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ് വാര്യർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സമ്മേളനം ആരംഭിച്ച മുതൽ ഓരോ കാര്യങ്ങൾക്കും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സമ്മേളനം മെച്ചപ്പെടുത്തേണ്ടത്, അതിൽ എൻ്റെ സംഭാവന എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു വാദ്യകലാ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം തന്നെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സഖാവ് ജയരാജ് വാര്യരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ ജില്ലയിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള സഖാവ് NR ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അവരെയെല്ലാം ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദ്വിപക്ഷീയ പ്രയാണത്തിലും അതുപോലെ കൊടിമര ജാഥയിലും അതുപോലെ പതാക ജാഥയിലും എല്ലാം പങ്കെടുത്തുകൊണ്ട് തളരാതെ ഓടി ഇവിടെ എത്തിയ മുഴുവൻ അത്ലറ്റുകളെയും ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തകർ നല്ലതുപോലെ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി എഴുതും, പറയും, പ്രവർത്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അഭിവാദ്യങ്ങൾ നൽകുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ 577 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും പുറപ്പെട്ട ദീപശിഖകളാണ് ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ പൈവളിക്ക രക്തസാക്ഷി കുടീരത്തിൽ നിന്നും തെക്കേ അറ്റമായിട്ടുള്ള നെയ്യാറ്റിൻകരയിലെ നാരായണൻ നായരുടെ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും 2 കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദീപശിഖകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഇതൊരു ചരിത്ര സംഭവമാണ്. 60,000-ത്തിലധികം അത്ലറ്റുകളാണ് ഈ ദീപശിഖകളുമായി കൈമാറി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ CPIM-നല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടി കേരളത്തിൽ സാധിക്കുന്നു. ഈ 60,000-ത്തിൽ പരം അത്ലറ്റുകൾ പങ്കെടുത്തതിൽ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളാണ്, യുവജനങ്ങളാണ്, തൊഴിലാളികളാണ്. അതിൽ വലിയൊരു ശതമാനം പെൺകുട്ടികളാണ് എന്നത് ഈ അത്ലറ്റുകളുടെ ഈ പരിപാടി ജനങ്ങൾ ഏറ്റെടുത്തു, കേരളത്തിലെ യുവതലമുറ ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ്. 577 പേർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നൊരു പാർട്ടിയാണ് CPIM. പുന്നപ്ര വയലാറിൽ ജീവത്യാഗം ചെയ്ത 100 കണക്കിന് രക്തസാക്ഷികളെ മാറ്റി നിർത്തിയിട്ടാണ് ഈ കണക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൂടി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം വളരെയേറെ വർദ്ധിക്കും. ഇതിൽ 216 പേരെ കൊലപ്പെടുത്തിയത് RSSകാരാണ്. 250-ലേറെ പേരെ കൊന്നത് കോൺഗ്രസ്സുകാരാണ്. ബാക്കിയുള്ളവർ കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം ലീഗ്, SDPI, മറ്റു പാർട്ടിക്കാർ. പോലീസ് വെടിവെപ്പിൽ മരിച്ചവർ, ലോക്കപ്പിൽ കൊണ്ടുപോയി അടിച്ചു കൊന്നവർ, ഇങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച ധീരന്മാരായ സഖാക്കളുടെ ഓർമ്മ നാം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുകയാണ്. ഇത്രയേറെ പേർ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു പാർട്ടിയെ നോക്കി നിങ്ങൾ കൊലയാളിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഈ കേരളം അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് കേരളത്തിലുടനീളം കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന വമ്പിച്ച ജനപിന്തുണയോടുകൂടി നടന്നിട്ടുള്ള ഈ ദീപശിഖാറില്ല. ഇത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ സഖാക്കളെയും, ഇതിൽ പങ്കെടുത്ത എല്ലാ അത്ലറ്റുകളെയും, ഇതിന് എല്ലായിടങ്ങളിലും സ്വാഗതമോദിയിട്ടുള്ള ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, CPIM-ൻ്റെ 22ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് 577 രക്തസാക്ഷി സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നും ദീപശിഖ പുറപ്പെട്ടതും ഇവിടെ പറഞ്ഞതുപോലെ വലിയ ജനപങ്കാളിത്തത്തോടെ അത്ലറ്റുകൾ, പ്രൊഫഷണൽ അത്ലറ്റുകളും ഭാവിയിൽ അത്ലറ്റുകളായി മാറേണ്ടവരും എല്ലാം അണിനിരന്നിട്ടുള്ള ഒരു വലിയ ബഹുജന മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിപാടിയുടെ ഭാഗമായി ദൃശ്യമായി. അതെല്ലാം ഇന്നിവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഗമിച്ചിരിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഈ രക്തസാക്ഷികൾ യഥാർത്ഥത്തിൽ 577-ലും എത്രയോ കൂടുതലാണ്. സാമ്രാജ്യത്വത്തിൻ്റെ വെടിയേറ്റാണ് 1940 സെപ്റ്റംബർ 15-ന് ആദ്യമായും കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ അബുവും ചാത്തുക്കുട്ടിയും തലശ്ശേരി കടപ്പുറത്ത് രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാനമാകെ കൊലക്കത്തിയുമായി ഇപ്പോൾ ഓടി നടക്കുന്ന RSSകാരുടെ കൊലക്കത്തിക്കരിയായ മോഹനൻ്റെ രക്തസാക്ഷിത്വമാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുന്നപ്രവേല രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ കൂട്ടത്തോടെയാണ് രക്തസാക്ഷിത്വം വരിച്ചത്. അവരുടെ എണ്ണം അതേ രീതിയിൽ ഈ കൂട്ടത്തിൽ പെടുന്നില്ല. കാവുമ്പായിലെ രക്തസാക്ഷി മണ്ഡപം, കാവുമ്പായിലെ രക്തസാക്ഷികൾ, കരിവള്ളൂരിലെ രക്തസാക്ഷി മണ്ഡപം, കരിവള്ളൂരിലെ രക്തസാക്ഷികളെയാണ് ഓർക്കുന്നത്. പാടിക്കുന്നിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ കൊളുത്തുമ്പോൾ പാടിക്കുന്നിൽ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷികളെയാണ് ഓർക്കുന്നത്. ഒഞ്ചിയത്ത് നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ എടുക്കുമ്പോൾ ഒഞ്ചിയം രക്തസാക്ഷികളെയാണ് ഓർക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവർ, ഭരണകൂട ഭീകരതയുടെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നവർ നിരവധി പേരാണെന്ന് കാണാൻ പറ്റും. ഒരു കുടീരമാണെങ്കിൽ അനവധി പേരാണ് ഓരോ സംഭവത്തിലും രക്തസാക്ഷിത്വം വരിച്ചത്.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേ ഘട്ടത്തിൽ സേലം ജയിലിലുണ്ടായ വെടിവെപ്പിൽ രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളെ നാം ഓർക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം നേടി പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ജയിലിൽ നടത്തിയ വെടിവെപ്പിലായിരുന്നു ആ സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചത്. UDFൻ്റെ കാലത്ത് കൂത്തുപറമ്പിൽ രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളും ഈ കൂട്ടത്തിൽപ്പെടുന്നു. ഇങ്ങനെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികളെ സ്മരിക്കുമ്പോൾ ലോക്കപ്പിനുള്ളിലെ ഭീകരമായ മർദ്ദനമേറ്റുവാങ്ങി രക്തസാക്ഷിയാകേണ്ടി വന്ന സർദാറിനെ പോലുള്ളവരെ നാം ഓർക്കുന്നു. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടാകരുത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയാടലിൻ്റെ ഫലമായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞ സ്ഥലങ്ങൾ മാത്രമല്ല, അനേകം പ്രദേശങ്ങളിൽ, അനേകം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. തില്ലങ്കേരിയും പഴശ്ശിയും അങ്ങനെ എത്രയോ പേരുകൾ ഈ ഭരണകൂട ഭീകരതയുടെ ഭാഗമായുള്ള വേട്ടയിൽ എടുത്തു പറയാൻ നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി അഴിച്ചുവിട്ട ഭരണകൂട ഭീകരത, എന്നാൽ അതിൻ്റെ ഒന്നും ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമായി പോവുകയല്ല ചെയ്തത്. ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കരുത് എന്ന ചിന്തയോടെയാണ്, ജനങ്ങളെ ഭയപ്പെടുത്തി അകറ്റി നിർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ഭരണകൂടം ആസൂത്രണം ചെയ്തുള്ള കൊലപാതകങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ആ ഭീകരതയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ചു പോകുന്ന ജനങ്ങളെയല്ല നാം കണ്ടത്. ആ പ്രസ്ഥാനം ഇതെല്ലാം അനുഭവിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി, നിസ്വർക്ക് വേണ്ടി, മണ്ണിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടുന്നൊരു പ്രസ്ഥാനം. അതിന് പോർലേറ്റുകൂടാ എന്ന വാശിയോടെ ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ ആയിരങ്ങളും ലക്ഷങ്ങളും അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീടൊരു ഘട്ടത്തിലല്ല, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമണത്തെ ചെറുക്കാൻ സജ്ജരായിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്ന ആവേശകരമായ അനുഭവമാണ് കേരളത്തിലുണ്ടായത്. ഭരണകൂട ഭീകരതയോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ പലരിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലാദ്യഘട്ടത്തിൽ ഭരണകൂടം കൈകാര്യം ചെയ്ത കോൺഗ്രസ് പാർട്ടി തന്നെയാണ്
അതിനെല്ലാം നേതൃത്വം കൊടുത്തത്. കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ഇഞ്ചിഞ്ചായി തല്ലിക്കൊന്ന മോയാരത്ത് ശങ്കരനെ നാം ഓർക്കേണ്ടതുണ്ട്. വന്ധ്യവയോധികനായിരുന്നു അദ്ദേഹം സ്വന്തം ഭാര്യ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ആക്രമണം നടത്തുന്നത്, ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തകനായി നിന്നയാണ്. കേളപ്പനോടൊപ്പം ചിലപ്പോൾ കേളപ്പന് മുൻപേ നടന്നയാൾ. അത് വന്നപ്പോഴാണ്, ആ കൊലപാതകം നടന്നപ്പോഴാണ് അന്ന് കുറുവടിപ്പടയുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത കേളപ്പന് പോലും അതിനെ തള്ളിപ്പറയേണ്ടി വന്നു. മോയാരത്ത് ഒറ്റപ്പെട്ട ഒരാളല്ല. എത്രയോ പേർ, എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഈ തരത്തിൽ കോൺഗ്രസ്സുകാരുടെ ആക്രമണത്തിനെതിരായി രക്തസാക്ഷിത്വം വരിക്കുകയുണ്ടായി. നിരവധി കള്ളക്കേസുകൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പ്രതികളാക്കിക്കൊണ്ട് ചാർജ് ചെയ്യുന്ന നിലയുണ്ടായി. നടക്കാത്തതും ആർക്കും ഊഹിക്കാൻ കഴിയാത്തതുമായ അങ്ങേയറ്റത്തെ നുണകൾ നിറച്ചുള്ള ഒട്ടേറെ കള്ളക്കേസുകൾ ആ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വന്നു. ആരും കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി എന്നാണ് ചാർജ് ഷീറ്റിൽ എഴുതി വെച്ചത്. പക്ഷേ ആ കുറ്റാരോപണത്തിന് വിധേയരായവരൊന്നും ജനങ്ങളാൽ കുറ്റാരോപിതരായില്ല. അവരെയൊന്നും കുറ്റക്കാരായി ജനങ്ങൾ കണ്ടുമില്ല. അവരെയെല്ലാം കൂടുതൽ നല്ല രീതിയിൽ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം അതെല്ലാം കളവായി റെക്കോർഡ് ചെയ്ത കാര്യങ്ങളായിരുന്നുവെന്ന് നല്ല ബോധ്യം അനുഭവത്തിലൂടെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളോട് കേരളത്തിലെ ബഹുജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യപത്രമാണ് 1956 സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 57 നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റിയ സംഭവം. അതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണത്തിന് കുറവുണ്ടായില്ല എന്ന് നാം ഓർക്കണം. തുറന്നു വരികയാണ്. ആക്രമണങ്ങൾ വലിയ തോതിൽ പലയിടങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാറ്റിനും കോൺഗ്രസും അതുപോലുള്ള പാർട്ടികളുമാണ് നേതൃത്വം കൊടുത്തത്. ചിലയിടങ്ങളിൽ ലീഗ് ഉണ്ടായിരുന്നു, ചിലയിടങ്ങളിൽ പഴയ കാലത്തെ PSP ഉണ്ടായിരുന്നു, ചിലയിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ടിൽപ്പെട്ട ചിലരുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം നേരിട്ടും അതിജീവിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വന്നു. 1964 ശേഷം പുതിയൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് മറ്റൊട്ടേറെ ആക്രമണങ്ങൾ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് മറക്കേണ്ടതില്ല. ഭരണകൂടം കള്ളക്കേസിൽപ്പെടുത്തിയത് മാത്രമല്ല, കൂട്ടത്തോടെ ജയിലിലടക്കുന്ന നില അതും വ്യാപകമായി ഉണ്ടായി എന്നത് നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് വീണ്ടും ആക്രമണം നടത്താനുള്ള ശേഷി ആർജിക്കാൻ നോക്കുമ്പോൾ പുതിയൊരു ആക്രമണ ശക്തി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിന് തപ്പുകൊട്ടിക്കൊടുക്കുന്ന നില കേരളത്തിലെ കോൺഗ്രസ് പല ഘട്ടങ്ങളിലായി സ്വീകരിച്ചത് നാം കണ്ടതാണ്. RSS കേരളത്തിൽ ആക്രമണം ആരംഭിച്ച ഘട്ടം, RSS ആക്രമണം ആരംഭിച്ചത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട രീതിയിലായിരുന്നില്ല. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളം അവർ തെരഞ്ഞെടുക്കുകയായിരുന്നു. ആക്രമണത്തിലൂടെ ആളുകളെ ഭയപ്പെടുത്തി തങ്ങളോടൊപ്പം അണിനിരത്തുക.